ഇന്ന് നമുക്ക് തനി നാടൻ രീതിയിലുള്ള ഒരു വറുത്തരച്ച കോഴിക്കറി റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഴിക്കറിയാണിത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കണേ നമുക്ക് നോക്കാം. ഈ കറി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി നാരങ്ങ നീരൊക്കെ പറ്റിയിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ടൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഒട്ടും വെള്ളമില്ലാതെ എടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി നല്ലൊരു കളറ് കിട്ടാനായിട്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാധാരണ നമ്മുടെ ചിക്കൻ മസാല ഉണ്ടല്ലോ, നമ്മുടെ പാക്കറ്റ് മസാല, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ, 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കൈകൊണ്ട് തിരുമ്മി മിക്സാക്കി വെക്കാം. നന്നായിട്ടൊന്ന് എല്ലായിടത്തോട്ടും മസാല പിടിക്കുന്ന രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഇതൊരു 20 മിനിറ്റെങ്കിലും നമുക്കിത് ഒന്ന് മാറ്റി വയ്ക്കാം. കൂടുതൽ നേരം വെച്ചാൽ അത്രയും നല്ലതാണ്. പിന്നെ ഇതിലേക്ക് നാരങ്ങ നീരൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും നമുക്ക്. അടുത്ത സ്റ്റെപ്പ്, നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. ഈ ഒരു നാടൻ ചിക്കൻ കറിക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്കിത് വറുത്തരച്ചെടുക്കാനുള്ള ചേരുവകളൊക്കെ ഒന്ന് വറുത്തെടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 5-6 കറുവപ്പട്ട ചെറുതാക്കിയിട്ട് നുറുക്കിയത്, പിന്നെ ഒരു 5-6 ഗ്രാമ്പു, ഒരു തക്കോലം, 2-3 ഏലക്കായ്, പിന്നെ ഒരു കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കൂട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട്. ഈ വറുത്തരക്കണയിൽ നമ്മൾ ഉള്ളിയാണ് ചേർക്കുന്നത്, സവാള ചേർക്കുന്നില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഉള്ളിയുടെ കൂട്ട് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കൂട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലയുടെ ബാക്കി കൂട്ട് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്, പിന്നെ 1/2 ടീസ്പൂൺ കസകസ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാക്കി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാലയ്ക്ക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അധികം ചേർക്കേണ്ട, 1 കപ്പ് മാത്രം ചേർത്താൽ മതി. ഈ കോഴിക്കറിക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിരിക്കും കിട്ടുന്നത്. കാരണം നമ്മൾ ഈ തേങ്ങയുടെ ഒപ്പം ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവി കിട്ടും. ഞാനിപ്പോൾ ഈ കോഴിക്കറി തനി നാടൻ കോഴിക്കറി ആയിട്ടല്ല വെക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്ത് കുറച്ച് സ്പെഷ്യൽ ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ വറുത്തരച്ചെടുക്കാനുള്ള കൂട്ട് ഈ രീതിയിൽ ബ്രൗൺ കളറിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞ് പോകരുത്, ഈ രീതിയിൽ വറുത്തെടുത്താൽ മതി. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് വെള്ളം തൊടാതെ അരച്ചെടുക്കണതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ കോഴിക്കറി റെഡിയാക്കി എടുക്കാനായിട്ട് നല്ല ചൂട് കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് 2-3 കഷ്ണം സർവ്വസുഗന്ധിയുടെ ഇലയും അതുപോലെ തന്നെ രമ്പയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും എൻ്റെ വീട്ടിലുള്ളതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വഴനയില ചേർത്ത് കൊടുത്താലും മതി. ഈ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ജസ്റ്റ് മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് 3 ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഒരുപാട് സവാള ചേർക്കുന്നില്ല, കാരണം വറുത്തരച്ച കറിയായതുകൊണ്ട് തന്നെ ഗ്രേവിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും. സവാള ചേർത്തില്ലെങ്കിലും നല്ല തിക്നെസ്സോടുകൂടിയുള്ള ഗ്രേവി കിട്ടും. ഈ കൂട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് സവാള വഴറ്റിയെടുക്കാം. ഈ സവാള ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നപ്പോൾ ഇതിലേക്ക് 1/2 കപ്പോളം വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക് എന്നിവ മിക്സിയിലിട്ട് ചതച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറിൽ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ സവാള ലൈറ്റ് ബ്രൗൺ കളറിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ ചിക്കൻ മസാലയുടെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മസാലപ്പൊടികളെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ഒരുപാട് മസാലപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. കാരണം നമ്മൾ വറുത്തരച്ച കോഴിക്കറിയാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അധികം പൊടികൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ കൂട്ടിലേക്ക് ഇനി ഞാൻ അടുത്തതായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. വറുത്തരച്ച കോഴിക്കറിയിൽ എപ്പോഴും കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത്. ലാസ്റ്റായിട്ട് നമുക്ക് ഈ കൂട്ടിലേക്ക് 2 തക്കാളി ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് നന്നായിട്ട് കുഴഞ്ഞു വരുന്ന പരുവത്തിൽ വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് നന്നായിട്ട് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് മിക്സാക്കി ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇത് തിളച്ച് വരുമ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ അരപ്പ് വെള്ളം ഒട്ടും തൊടാതെ തന്നെയാണ് അരച്ചെടുക്കുന്നത്. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടായാലും അരച്ചെടുക്കാം. പക്ഷേ വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കുമ്പോഴാണ് ആ കറിക്ക് നല്ല കറുത്തൊരു കളറ് കിട്ടുന്നത്. നമ്മളിപ്പോൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ അരപ്പുണ്ടല്ലോ, അതിനൊരു പ്രത്യേക മണമാണ്. മസാലയുടെയൊക്കെ മണം എന്ന് പറയുമ്പോൾ ഒരു കൊതിപ്പിക്കുന്ന ഒരു മണമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഞാനിപ്പോൾ ഈ ഒരു ചിക്കൻ കറി സെമി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. ചപ്പാത്തിക്ക് യൂസ് ചെയ്യാനായിട്ട് സെമി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമ്മളിപ്പോൾ ഈ വറുത്തരച്ച കൂട്ട് ചേർത്തല്ലോ, വെള്ളം ചേർക്കാതെ നന്നായിട്ട് വരട്ടിയെടുത്താൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഗ്യാരണ്ടിയാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല സ്മെല്ലും ആണ്. ഒരു 5 മിനിറ്റും കൂടി ഒന്ന് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പോളം തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സെമി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്, തിളപ്പിച്ച വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാൻ. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ഗ്രേവിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഈ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 2-3 ചെറിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കഴിയുമ്പോൾ വറുത്തരച്ച കറിയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്ക് ഈ കറി അടച്ച് വെച്ചിട്ടൊന്ന് 10-20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അടച്ച് വയ്ക്കുമ്പോൾ ഫുള്ളായിട്ട് അടച്ച് വയ്ക്കരുത്, ഈ രീതിയിൽ അടച്ച് വെച്ചാൽ മതി, എന്നാലേ നന്നായിട്ട് എണ്ണ തിരിഞ്ഞ് വരുള്ളൂ. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കറിക്ക് ഉപ്പും പുളി എരിവൊക്കെ ഒന്ന് നല്ല ബാലൻസ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കൂടും. നാടൻ കറിയാണ്, എന്നാലും ഈ ഒരു ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. കണ്ട നെയ്യൊക്കെ തിരിഞ്ഞിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് നെയ്യൊക്കെ തിരിഞ്ഞിട്ട് നല്ല കളറിൽ കിട്ടും. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി ഈ രീതിയിൽ നന്നായിട്ട് നെയ്യൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കറി വെച്ചാലും അപ്പം തന്നെ യൂസ് ചെയ്യാതെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ മാറ്റി വെച്ചതിന് ശേഷം യൂസ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനിയും ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പീസ് കിട്ടുന്നതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്